ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓറഞ്ച് സ്റ്റോൺ ആർക്കിലെ 4 മുതൽ 8 വരെയുള്ള എപ്പിസോഡുകളാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അത് കണ്ടിട്ട് വരിക. അപ്പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ കപ്പലിൽ 3 പേരിരുന്ന് അവരുടെ കയ്യിലുള്ള ട്രഷർ തങ്ങളുടെ ബോസിന് കൊണ്ടുപോയി കൊടുത്ത ബോസ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഷിപ്പിന്റെ ഫ്ലാഗ് കാണിക്കും. അതൊരു ക്ലൗൺ ഫേസ് ഉള്ള ഫ്ലാഗ് ആണ്. ഇതേ സമയം അവർക്ക് അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നാമി അവളുടെ ഷിപ്പിൽ തളർന്നു കിടക്കുന്ന രീതിയിൽ വരും. എന്നിട്ട് നാമി അവരോട് പറയും, എനിക്ക് തീരെ വയ്യ, നിങ്ങൾ എന്റെ ഈ ട്രഷർ എടുത്തിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ. അത് കേട്ട് ഈ 3 മണ്ടന്മാര് അവളുടെ ട്രഷർ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നാമി അവരുടെ ഷിപ്പും ട്രഷറും എടുത്ത് അവിടുന്ന് പോവുകയും ചെയ്യും. പോകുന്നതിനിടെ അവൾ ആകാശത്ത് നോക്കി നിങ്ങൾക്ക് നേരെ ഒരു വലിയ മഴമേഘം വരുന്നുണ്ട്, വേണമെങ്കിൽ ഓടിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. പക്ഷെ പറഞ്ഞതുപോലെ ഒരു വലിയ മഴ വന്ന് അവരുടെ ഷിപ്പ് പോലും മുങ്ങിപ്പോയി. ഈ സമയത്ത് മറ്റൊരു ഭാഗത്ത് ലൂഫി ആൻഡ് സോറോ രണ്ടുപേരും വിശന്നിരിക്കുന്നതിനിടെ ലൂഫി അവന് നാവിഗേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ അവന് വിശക്കുന്നു എന്നും പറയും. അതിന് സോറോ, നീ ഒരു പൈററ്റ് അല്ലേ, പോരാത്തതിന് ഒരു ക്യാപ്റ്റനും, നിനക്ക് ഇതുപോലത്തെ പരിപാടിയൊന്നും അറിയില്ലേ? ഇല്ല എന്ന് ഒറ്റ വാക്കില് ലൂഫി പറയും. പിന്നെ ലൂഫി, നീ എന്താ ഒരു ബൗണ്ടി ഹണ്ടർ അല്ലേ, നിനക്ക് ഇതൊന്നും അറിയില്ലേ? ഇല്ല, എനിക്ക് എന്റെ സ്വന്തം നാട്ടിൽ പോകാൻ അറിയില്ല. പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ സോറോക്ക് ദേഷ്യം വന്ന് അവൻ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. അതിന്റെ കൂടെ ലൂഫിയുടെ തൊപ്പി പുറത്തേക്ക് തെറിച്ചു പോകും. ലൂഫി പെട്ടെന്ന് അത് ഷാങ്സിന്റെ തൊപ്പിയാണെന്ന് പറയുമ്പോഴേക്കും സോറോ അത് പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ സീൻ മാറി ലൂഫിയുടെ പാസ്റ്റ് കാണിക്കും. കുട്ടിയായ സമയത്ത് ലൂഫി ഷാങ്സിനോട് വളരെ ഫ്രണ്ടായിരുന്നു. ഷാങ്സ് ഒരു പൈററ്റ് ആയതുകൊണ്ട് ലൂഫി ഷാങ്സിനോട് പറയും, ഞാൻ നിന്നെ പോലെ ഒരു പൈററ്റ് ആവും. പക്ഷേ ലൂഫി കുട്ടിയാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാർ അവനെ കളിയാക്കും. ഈ സമയത്താണ് മൗണ്ടൻ ബണ്ടിറ്റ്സ് പെട്ടെന്ന് ബാറിന്റെ വാതിലും ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് വരുന്നത്. ബാറിലേക്ക് കയറി വന്ന മൗണ്ടൻ ബണ്ടിറ്റ്സ് അവർക്ക് എല്ലാവർക്കും ഓരോ കുപ്പി മദ്യം വേണമെന്ന് അവിടുത്തെ ലേഡിയോട് പറയും. അപ്പൊ ബാറിലെ ലേഡി അവിടുത്തെ മദ്യം കഴിഞ്ഞു, ലാസ്റ്റ് കുപ്പിയാണ് ഷാങ്സ് കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷാങ്സ് അവന്റെ കയ്യിലുള്ള അവസാനത്തെ കുപ്പി അവന് വേണമെന്ന് വളരെ താഴ്മയായിട്ട് ചോദിക്കും. പക്ഷെ അവൻ ആ കുപ്പി ഷാങ്സിന്റെ തലയ്ക്ക് അടിച്ച് പൊട്ടിക്കും. അത് കണ്ട് ഷാങ്സിന്റെ ക്രൂവിലെ മെമ്പേഴ്സ് പോലും ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കും. പെട്ടെന്ന് ഷാങ്സ് അവന്റെ നിലത്ത് വീണ് കിടന്ന കുപ്പി ക്ലീൻ ചെയ്യുമ്പോൾ മൗണ്ടൻ ബണ്ടിറ്റ് അവിടെയുള്ള പ്ലേറ്റും ടേബിളും വാളുകൊണ്ട് വെട്ടി നശിപ്പിക്കും. എന്നിട്ട് ഇത് കൂടെ നീ ശരിയാക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതൊക്കെ കണ്ട് ലൂഫിക്ക് ആകെ ദേഷ്യം വരും. ഇപ്പൊ ഷാങ്സും അവന്റെ ക്രൂ മെമ്പേഴ്സും പെട്ടെന്ന് ചിരിക്കും. അതിന് ലൂഫി, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്, നിങ്ങളൊക്കെ എന്ത് പൈററ്റ്സ് ആണെന്ന് ചോദിക്കുമ്പോൾ ഷാങ്സ് ലൂഫിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി, ലൂഫി അത് പോട്ടെ, വിട്ടുകളെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ലൂഫിക്ക് അങ്ങനെയല്ല, ദേഷ്യം വരുമ്പോ പെട്ടെന്ന് വിശക്കും. അതുകൊണ്ട് അവിടെ ഒരു സ്പെഷ്യൽ ബോക്സിൽ ഒരു ഫ്രൂട്ട് അവൻ കാണും. പിന്നെ ലൂഫി ഒന്നും നോക്കിയില്ല, ആ ഫ്രൂട്ട് അങ്ങെടുത്ത് തിന്നു. ഷാങ്സ് അത് കണ്ട് ലൂഫിയോട് പെട്ടെന്ന് ചോദിക്കും, നീ എന്ത് ഫ്രൂട്ടായി തിന്നുന്നതെന്ന്. ലൂഫി അതിന് കറക്റ്റ് ആയ ആൻസർ കൊടുക്കും, ഞാൻ ആ ബോക്സിലുള്ളതാണ് എടുത്തു തിന്നത്. ഷാങ്സ് പെട്ടെന്ന് ലൂഫിയെ കാലുവാരി തല താഴത്തേക്കാക്കി കുടയും. പക്ഷെ അപ്പോഴേക്കും ലൂഫി അത് മുഴുവൻ തിന്നു കഴിഞ്ഞിരുന്നു. അതായത് ലൂഫിയുടെ ശരീരത്ത് ആ ഡെവിൾ ഫ്രൂട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ലൂഫി പൂർണ്ണമായും ഒരു റബ്ബർ മനുഷ്യനായി. ഷാങ്സ് ലൂഫിയെ ചീത്ത പറയാൻ തുടങ്ങി, എടാ ലൂഫി മണ്ട, എന്തിനാടാ നീ അത് തിന്നത്? നീ ആ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് നിനക്കിനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീന്താൻ കഴിയില്ല. അത് കേട്ട ലൂഫിക്കാണെങ്കിലോ സങ്കടവും വരും. കാരണം അവൻ ഒരു പൈററ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇനി അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ആലോചിച്ചിട്ടാണ് ലൂഫിക്ക് സങ്കടം വരുന്നത്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത പിറ്റേ ദിവസം ഈ ബാറാണ് കാണിക്കുന്നത്. ഇവിടെ ആരോ അടിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഇന്നലെ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ മൗണ്ടൻ ബണ്ടിറ്റ് ആണ്. അവൻ ഇങ്ങനെയൊക്കെ ആ ബാർ നശിപ്പിക്കാൻ കാരണം അവൻ രാവിലെ തന്നെ ബാറിൽ വന്ന് ഷാങ്സിനെ പറ്റി അതും ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോ ലൂഫി പെട്ടെന്ന് അവനെ ചീത്ത പറയും. അതുമാത്രമല്ല, ദേഷ്യം വന്ന ലൂഫി അവനെ കുറെ കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ മൗണ്ടൻ ബണ്ടിറ്റ് അവിടെ മുഴുവൻ നശിപ്പിച്ചത്. അതുമാത്രമല്ല അവൻ ചെയ്തത്, ലൂഫി അവൻ പിടിച്ചു വെച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ലൂഫി അവരെ കൂടുതൽ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഇതേ സമയത്ത് വില്ലേജ് ചീഫ് അങ്ങോട്ട് വന്ന് ലൂഫിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞു. എന്നിട്ട് ലൂഫിയെ വിട്ടയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ മൗണ്ടൻ ബണ്ടിറ്റ് ലൂഫിയെ ഇനി വിട്ടുതരാൻ സൗകര്യമില്ല എന്ന് പറയും. ഇപ്പോഴാണ് ഷാങ്സ് ആൻഡ് ക്രൂ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്നത്. നീ എന്താ ഇവിടെ, ഇത് എന്റെ സ്ഥലമാണ്, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയിക്കോ എന്ന് മൗണ്ടൻ ബണ്ടിറ്റ് ഷാങ്സിനോട് പറയും. ഷാങ്സ് അവിടുന്ന് പോവാത്തത് കൊണ്ട് മൗണ്ടൻ ബണ്ടിറ്റിന്റെ ഒരാള് ഷാങ്സിന്റെ തലയിൽ തോക്ക് വെക്കും. അപ്പൊ ഷാങ്സ് പറയാണ്, നീ എന്റെ ഈ തലയ്ക്ക് വെച്ച തോക്ക് ഞാനായിരുന്നെങ്കിൽ പൊട്ടിച്ചേനെ എന്ന് പറഞ്ഞ് തീർന്നതും ഷാങ്സിന്റെ ഒരു മെമ്പർ ആ മൗണ്ടൻ ബണ്ടിറ്റിനെ ഒറ്റ വെടിക്ക് തീർത്ത് കളയും. അത് കണ്ട് എല്ലാവരും ഇവനെ പേടിച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് ഷാങ്സ് പറയും, നിനക്ക് വേണമെങ്കിൽ എന്നെ തല്ലാം, ചീത്ത പറയാം, ഞാൻ ഒന്നും ചെയ്യില്ല. അതിനു പകരം നീ എന്റെ ഫ്രണ്ട്സിനെയാണ് വേദനിപ്പിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഇത് കണ്ട് മൗണ്ടൻ ബണ്ടിറ്റിന്റെ ആൾക്കാര് പെട്ടെന്ന്
ഷാങ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ബെൻ ബെക്മാൻ അവന്റെ തോക്ക് കൊണ്ട് എല്ലാത്തിനെയും അടിച്ചു നിരത്തും. ഇതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുന്ന മൗണ്ടൻ ബണ്ടിറ്റ് പെട്ടെന്നൊരു സ്മോക്ക് ബോംബ് ഇട്ട് അവിടുന്ന് ലൂഫിയെ കൊണ്ടുപോകും. അത് കണ്ട് ഷാങ്സ് ലൂഫിയെ അവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാനിക് ആവാണ്. ഇതേ സമയം മൗണ്ടൻ ബണ്ടിറ്റ് ലൂഫിയെ കടലിന്റെ നടുക്ക് കൊണ്ടുവന്ന് അവന് വെള്ളത്തിലേക്ക് വലിച്ചെറിയും. ലൂഫി ആ ഡെവിൾ ഫ്രൂട്ട് തിന്നതുകൊണ്ട് അവനിപ്പോ നീന്താൻ കഴിയില്ല. അതുകൊണ്ട് ലൂഫി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ടടിക്കും. എങ്കിലും യാതൊരു പ്രയോജനവുമില്ല. പെട്ടെന്ന് കടലിൽ നിന്ന് ഒരു സീ മോൺസ്റ്റർ പൊന്തി വരും. സീ മോൺസ്റ്റർ ആദ്യം മൗണ്ടൻ ബണ്ടിറ്റിനെ കാണുന്നതുകൊണ്ട് അവനെ പെട്ടെന്ന് തിന്നും. അടുത്തതായിട്ട് ലൂഫിയെ തിന്നാനാണ് വരുന്നത്. ലൂഫിയെ തിന്നുവെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഷാങ്സ് വന്ന് ലൂഫിയെ രക്ഷിക്കും. അപ്പോൾ ആ സീ മോൺസ്റ്റർ പിന്നെ അവർ തിന്നാൻ വരുമ്പോൾ ഷാങ്സ് ആ സീ മോൺസ്റ്ററിന്റെ കണ്ണിലേക്ക് നോക്കും. എന്നിട്ട് ഇവിടുന്ന് പോ എന്ന് പറയും. എന്താണെന്ന് അറിയില്ല, ഷാങ്സിനെ കണ്ട ആ സീ മോൺസ്റ്റർ അവിടുന്ന് പെട്ടെന്ന് പോകും. ഇപ്പൊ ലൂഫി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. അത് കണ്ട് ഷാങ്സ് ലൂഫിയോട് പറയും, ലൂഫി നീ എന്തിനാ കരയുന്നത്? നിന്നെ ഞാൻ രക്ഷിക്കാൻ വന്നില്ലേ, പിന്നെന്താ? പക്ഷെ ലൂഫി അതിനൊന്നും ആയിരുന്നില്ല കരഞ്ഞത്. ലൂഫിയെ ഷാങ്സ് രക്ഷപ്പെടുത്തിയ സമയത്ത് ഷാങ്സിന്റെ ഒരു കൈ പോയി. അതുകൊണ്ടാണ് ലൂഫി ഇപ്പൊ കരയുന്നത്. ലൂഫി നീ എന്തിനാണ് അങ്ങനെ കരയുന്നത്? ഒരു കൈയല്ലേ, പോന്നെങ്കിൽ പോട്ടെ എന്നിങ്ങനെ ഷാങ്സ് വളരെ കൂളായിട്ട് ലൂഫിയോട് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഷാങ്സും അവന്റെ ക്രൂവും ആ നാട്ടിൽ നിന്ന് പോവാണ്. അവര് പോകുന്നതിന് മുന്നേ ലൂഫി ഷാങ്സിനോട് പറയും, ഷാങ്സ് കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ വരണമെന്ന് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് പറയില്ല. അതിന് കാരണം ഞാൻ സ്വന്തമായിട്ട് ഒരു പൈററ്റ് ക്രൂ തന്നെ ഉണ്ടാക്കും. നീ എന്താ പറഞ്ഞ, നീ പൈററ്റ് ആവാൻ പോവാണെന്നോ? ഇല്ല ഇല്ല ലൂഫി, നീ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവേയില്ല എന്നൊക്കെ പറഞ്ഞ് ഷാങ്സ് ലൂഫിയെ ദേഷ്യം പിടിപ്പിക്കുമ്പോ, ഇല്ല ഒരു ദിവസം ഞാൻ പൈററ്റ് ആവും, അതിനുശേഷം ഞാൻ ഒരു വലിയ ക്രൂ തന്നെ ഉണ്ടാക്കും, അത് നിങ്ങളെ കടത്തി വെട്ടും, എന്നിട്ട് ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ട്രഷർ ആയിട്ടുള്ള ആ വൺ പീസ് ഞാൻ എടുക്കും, അതിനുശേഷം ഞാനായിരിക്കും കിങ് ഓഫ് ദി പൈററ്റ് എന്നൊക്കെ ലൂഫി പറയുമ്പോ ഷാങ്സ്, ഓ അങ്ങനെയാണോ, എന്നാ ഈ തൊപ്പി നീ വെച്ചോ, അതുപോലെ ഈ തൊപ്പി നിന്റെ കയ്യിൽ ഭദ്രമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ ഷാങ്സ് ലൂഫിക്ക് ആ തൊപ്പിയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. പോകുന്നതിന് മുന്നേ ഷാങ്സ് അവന്റെ മനസ്സിൽ വിചാരിക്കും, ലൂഫി എനിക്കറിയാം ഒരു ദിവസം നീ ആ തൊപ്പി എനിക്ക് തിരിച്ചു തരുമെന്ന്. അന്ന് നീ എനിക്ക് ആ തൊപ്പി തരുമ്പോ നീ ഒരു ഗ്രേറ്റ് പൈററ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രോമിസ്. ഈ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് ലൂഫി കപ്പലില് അവന്റെ തൊപ്പിയും പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ, ലൂഫി ഈ തൊപ്പി നിനക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് സോറോ ചോദിക്കുമ്പോ ലൂഫി ഒന്നും മിണ്ടാതെ ആ തൊപ്പിയിലേക്ക് നോക്കിയിരിക്കും. അതേ സമയത്താണ് ആകാശത്തോടെ ഒരു പക്ഷി പറന്നു പോകുന്നത് ലൂഫി കാണുക. വിശപ്പുണ്ടായതുകൊണ്ട് ലൂഫി ഗം ഗം റോക്കറ്റ് ഉപയോഗിച്ച് സോറോ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക്. പക്ഷെ ലൂഫി ആ പക്ഷിയുടെ അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് അത് പക്ഷിയല്ല, ഒരു വലിയ പരുന്ത് തന്നെയാണെന്ന്. അത് ലൂഫിയേക്കാൾ വലുതായതുകൊണ്ട് അതിന്റെ വായല് ലൂഫി കുടുങ്ങി. അത് കാണുന്ന സോറോ ആണെങ്കിൽ ലൂഫിയുടെ പിന്നാലെ തന്നെ അലറി വിളിച്ചു കൊണ്ടുപോകും. എന്നാൽ സോറോ പോകുന്ന വഴിയില് നാമി കാരണം പറ്റിക്കപ്പെട്ട ആ 3 പൈററ്റ്സ് അവരുണ്ടാവും. അവര് പെട്ടെന്ന് സോറോയോട് ചോദിക്കും, ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിക്കുമെന്ന്. എനിക്കിത് നിർത്താനൊന്നും പറ്റില്ല, വേണമെങ്കിൽ വലിഞ്ഞു കയറിക്കോ എന്ന് സോറോ പറയുമ്പോ അവര് 3 പേരും എങ്ങനെയൊക്കെയോ ആ ബോട്ടിൽ വലിഞ്ഞു കയറും. കപ്പലിൽ കയറി കൂടിയ അവരുടെ തനി സ്വഭാവം എടുത്തു കത്തി കാണിച്ച് പറയാണ് ഈ കപ്പലിനി ഞങ്ങളുടെ കൺട്രോളിലാണെന്ന്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു അവര് വന്നു പെട്ടത് സിംഹത്തിന്റെ മടയിലാണെന്ന്. 3 എണ്ണത്തിനെയും എടുത്തിട്ട് അലക്കി സോറോ ആ കപ്പൽ അവരെ കൊണ്ട് തുഴയിപ്പിച്ചു. അവരപ്പോ സോറോയോട് പറയും, നിങ്ങൾ പൈററ്റ് ഹണ്ടർ സോറോയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ സോറോ, എന്റെ ക്യാപ്റ്റനെ ഒരു പക്ഷി കൊണ്ടുപോയി, അതുകൊണ്ട് ആ ദിശയിൽ പോടാ. അപ്പോഴാണ് അവര് ബഗ്ഗിയെ പറ്റി പറയാ. ബഗ്ഗിയെ പറ്റി കേൾക്കുന്ന സോറോ, ബഗ്ഗിയോ ആരടാ അവൻ? എന്ത്, നിങ്ങൾക്ക് ക്യാപ്റ്റൻ ബഗ്ഗിയെ പറ്റി അറിയില്ലേ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ കപ്പലിലുള്ള ആൾക്കാരാണ്, അദ്ദേഹം ഒരു ഡെവിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്. അപ്പോഴാണ് ബഗ്ഗിയുടെ കപ്പൽ കാണിക്കുക. ആ കപ്പലുള്ള വില്ലേജില് ഇപ്പൊ ഒറ്റൊരു മനുഷ്യൻ പോലും ഇല്ല. അവിടെയും നമ്മുടെ നാമി ഉണ്ടാവും. നാമി ഒരു മാപ്പ് കട്ടെടുത്ത് ഓടുന്നുണ്ട്, അവളുടെ പിന്നാലെ തന്നെ ഒരുപാട് പേരുണ്ടാവും. ഇതേ സമയത്ത് ആ വില്ലേജിലുള്ള മറ്റൊരു കൂടാരം കാണിക്കും. അതിന്റെ അകത്ത് ക്ലൗണിന്റെ ഫേസുള്ള ഒരാളുണ്ട്. അയാളാണ് ക്യാപ്റ്റൻ ബഗ്ഗി. ക്യാപ്റ്റൻ ബഗ്ഗിയുടെ ജോലിക്കാരൻ ഇപ്പൊ പുറത്തുനിന്ന് വിളിച്ചു പറയും, ക്യാപ്റ്റൻ ബഗ്ഗി ആകാശത്ത് എന്തോ അസാധാരണമായിട്ട് കാണുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പൊ ബഗ്ഗി പറയും, അതിനെ വേഗം ഷൂട്ട് ചെയ്ത് താഴത്തേക്കിട്. അതനുസരിച്ച് അവര് മുകളിലൂടെ പറന്നു പോകുന്ന ആ പക്ഷിയെ ഷൂട്ട് ചെയ്യും. പക്ഷിയെ ഷൂട്ട് ചെയ്തിടുമ്പോ നിലത്തേക്ക് വന്ന് വീഴുന്നത് നമ്മുടെ ലൂഫിയാണ്. ലൂഫി അങ്ങനെ നേരെ വന്ന് വീഴുന്നത് നാമിയുടെയും അതുപോലെ അവളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പൈററ്റ്സിന്റെയും നടുവിലാണ്. അപ്പോഴാ നാമി ഇതെന്തോ സംഭവം എന്ന് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാമി ലൂഫിയെ കാണുമ്പോൾ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാമി ലൂഫിയുടെ അടുത്ത് നിന്നിട്ട്, ബോസ് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നതാണല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിക്കളയും. നാമി നൈസായിട്ട് ലൂഫി അവിടെ കുടുക്കിയിട്ട് പോയി. ഇതേ സമയത്ത് നാമിയുടെ പിന്നാലെ വന്ന ആ പൈററ്റ്സ് പറയാണ്, ആ പെണ്ണ് പോട്ടെ, നമുക്ക് അവളുടെ ബോസിനെ കിട്ടിയല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ലൂഫിയുടെ കൂടെ ഫൈറ്റിന് വരുമ്പോ ലൂഫി പെട്ടെന്ന് ഗം ഗം പവർ ഉപയോഗിച്ച് 3 അടിച്ച് നിലത്തിടും. ഇതൊക്കെ നാമി ഒരു വീടിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ലൂഫിയെ നോക്കി, ഓ നീ വളരെ സ്ട്രോങ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോ ലൂഫി പറയും, അതിന് നീ ആരാ? എന്റെ പേര് നാമി, ഞാനാണ് അവരുടെ
അവരുടെ മാപ്പ് കട്ടെടുത്തത്. അതുപോലെ നമുക്കൊരു ടീം ആയാലോ എന്ന് നാമി ലൂഫിയോട് ചോദിക്കുമ്പോ വേണ്ട, നമുക്കൊരു ടീം ആവണ്ട എന്ന് പറഞ്ഞ് ലൂഫി അവിടെ നിന്ന് നടന്നു പോകും. അപ്പൊ ലൂഫി എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോ നാമി അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് ബഗ്ഗിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ക്യാപ്റ്റൻ ബഗ്ഗി, ഞങ്ങൾക്ക് പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു ധൈര്യം ഉണ്ടായിട്ടാ നിങ്ങൾക്കൊക്കെ എന്റെ അടുത്ത് അങ്ങനെ വന്ന് പറയാൻ തോന്നുന്നത്? ഇത്തിരി പോലും ഇല്ലാത്ത ആ പെണ്ണിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ബഗ്ഗി നിന്ന ഇടത്ത് തന്നെ നിന്ന് അയാളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ഇതാണപ്പോ ക്യാപ്റ്റൻ ബഗ്ഗിയുടെ പവർ. ഇതേ സമയത്ത് ലൂഫി നാമി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ശേഷം ലൂഫി നാമിയോട് നീ ഒരു കള്ളത്തിയാണെന്ന് ചോദിക്കുമ്പോ അതെ, പക്ഷെ ഞാൻ പൈററ്റ്സിന്റെ അടുത്ത് നിന്ന് മാത്രമേ മോഷ്ടിക്കാറുള്ളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 100 മില്യൺ ബെറീസ് വേണം. അതിനു വേണ്ടിയാണ് ഞാൻ മോഷ്ടിക്കുന്നത്. അതുപോലെ എനിക്ക് ഗ്രാൻഡ് ലൈനിലേക്ക് പോവുകയും വേണം. അപ്പൊ നീ ഒരു നാവിഗേറ്റർ ആണോ എന്ന് ലൂഫി നാമിയോട് ചോദിക്കുമ്പോ അതെ, ഞാനൊരു നാവിഗേറ്റർ ആണ് എന്ന് നാമി ലൂഫിയോട് തിരിച്ചു പറയും. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ വന്ന് ചേർന്നോ എന്ന് ലൂഫി പറയുമ്പോ നാമി പറയും ഇല്ല, ഞാൻ നിന്റെ കൂടെ ചേരില്ല, കാരണം നീ ഒരു പൈററ്റ് ആണ്. ഇതേ സമയത്ത് നാമി കാണുന്നുണ്ട് പുറത്ത് അവൾക്ക് വേണ്ടി ബഗ്ഗിയുടെ ആൾക്കാർ തിരയുന്നത്. അതുകൊണ്ട് നാമി എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ലൂഫിയോട് പറയും ശരി, ഞാൻ നിന്റെ ക്രൂവിൽ വന്ന് ചേരാം, പക്ഷെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അതുപോലെ ലൂഫി അനുസരിക്കുന്നുണ്ട്. നാമി പെട്ടെന്ന് ലൂഫിയുടെ കൈയൊക്കെ കെട്ടി ബഗ്ഗിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ എത്തുമ്പോ നാമി ലൂഫിയെ പെട്ടെന്ന് ബഗ്ഗിയുടെ അടുത്തേക്ക് തള്ളിയിടുകയാണ്. ശേഷം നാമി ബഗ്ഗിയോട് പറയും ക്യാപ്റ്റൻ ബഗ്ഗി, ഞാൻ ആ കള്ളനെ പിടിച്ചു, ഇതാ നിങ്ങളുടെ മാപ്പ് കൊടുത്തതിന് ശേഷം നാമി ബഗ്ഗിയോട് ചോദിക്കും ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നിങ്ങളുടെ ക്രൂവിൽ എന്നെ ചേർക്കോ? നാമിയെ അവരുടെ ക്രൂവിൽ നിർത്താൻ വേണ്ടി ബഗ്ഗിയും അങ്ങനെ സമ്മതിക്കും. നാമി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഒന്നാമത് അവളുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടി, പിന്നെ ബഗ്ഗിയുടെ കയ്യിലുള്ള ട്രഷർ അവൾക്ക് മോഷ്ടിക്കാൻ വേണ്ടി. അങ്ങനെ ബഗ്ഗി ലൂഫിയെ ഒരു കൂട്ടിൽ പിടിച്ചു വെക്കുകയാണ്. അതുപോലെ പുതിയ മെമ്പർ വന്നതുകൊണ്ട് അവര് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ബഗ്ഗി പെട്ടെന്ന് അവന്റെ സ്പെഷ്യൽ ബഗ്ഗി ബോൾ എടുത്തു കൊണ്ടുവരാൻ പറയും. അങ്ങനെ ബഗ്ഗിയുടെ ഒരാള് ആ സ്പെഷ്യൽ ബഗ്ഗി ബോൾ കൊണ്ടുവന്ന് അതൊരു പീരങ്കിയിലിട്ട് ആ നഗരത്തെ നോക്കി ഫയർ ചെയ്യും. അങ്ങനെ ആ നഗരത്തിലുള്ള കുറെ വീടുകൾ നശിച്ചു പോവുകയാണ്. ഇത് കാണുന്ന നാമി വരെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് സോറോ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ ബഗ്ഗി നാമിയോട് പറയും ഞാനാണ് ഈ ഗ്രാൻഡ് ലൈൻ ഇനി മുഴുവൻ ഭരിക്കാൻ പോകുന്നത്. അത് കേട്ട് പുറകിലുള്ള ലൂഫി പറയും ഇല്ല, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ. അത് കേട്ട് ദേഷ്യം പിടിക്കുന്ന ബഗ്ഗി ഒരു പീരങ്കി അവിടേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് ലൂഫിയുടെ നേരെ തിരിച്ചു വെച്ചതിന് ശേഷം നാമിയുടെ കയ്യിൽ ഒരു തീപ്പെട്ടി കൊടുത്തിട്ട് അത് കത്തിക്കാൻ പറയാണ്. നാമിക്കാണെങ്കിൽ ലൂഫിയെ കൊല്ലാനും മനസ്സ് വരുന്നില്ല. പെട്ടെന്ന് ബഗ്ഗിയുടെ ഒരാള് നാമിയുടെ കയ്യിലുള്ള ആ തീപ്പെട്ടി തട്ടിപ്പറിച്ച് അവൻ കത്തിക്കാൻ വേണ്ടി നോക്കും. അവനത് കത്തിച്ചു എന്ന് പറഞ്ഞു നിൽക്കുമ്പോ പെട്ടെന്ന് നാമി അവളുടെ കയ്യിലുള്ള വടി കൊണ്ട് അവന്റെ തലക്കിട്ട് ഒരൊറ്റയടി. അത് കണ്ട് ചുറ്റിനും കൂടി നിൽക്കുന്ന ആൾക്കാര് നാമിക്കെതിരെ തിരിയും. അപ്പൊ നാമി ബഗ്ഗിയോട് സോറി, ഞാൻ അറിയാതെ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബഗ്ഗിക്ക് മനസ്സിലായി നാമി അവനെ ചതിച്ചതാണെന്ന്. അപ്പോഴാരോ ആ പീരങ്കി കത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് നാമി ഓടിച്ചെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ആ പീരങ്കി അവളുടെ കൈ കൊണ്ട് പിടിച്ചണയ്ക്കും. അത് കണ്ട് ബഗ്ഗിയുടെ ആൾക്കാര് നാമിയെ കൊല്ലാൻ വേണ്ടി കത്തി കൊണ്ട് അവളുടെ പുറകിലൂടെ ചാടി വരും. അപ്പോ വളരെ മാസായിട്ട് നമ്മുടെ സോറോ വന്ന് അവരെ തടഞ്ഞു വെക്കുകയാണ്. അവിടെ വെച്ച് കൂട്ടിൽ കിടക്കുന്ന ലൂഫിയെ സോറോ കാണുമ്പോ നീ എങ്ങനെയാടാ ഇവിടെ എത്തിയെന്ന് സോറോ ലൂഫിയോട് ചോദിക്കും. അപ്പൊ ലൂഫി പറയും അതൊക്കെ വലിയ കഥയാണ്, നമുക്കിപ്പോ പിന്നെ പറയാം, ആദ്യം നീ എന്നെ ഒന്ന് പുറത്തിറക്കിത്താ. ഇപ്പൊ ബഗ്ഗിയുടെ ആൾക്കാര് ഇവനാണ് പൈററ്റ് ഹണ്ടർ സോറോ എന്നിങ്ങനെ പറയും. അത് കേട്ട് നാമി വരെ അതിശയിച്ചു പോകും, ഇവനാണോ പൈററ്റ് ഹണ്ടർ സോറോ? അപ്പൊ ബഗ്ഗി സോറോയോട് ചോദിക്കും നീയാണോ പൈററ്റ് ഹണ്ടർ സോറോ? അതെ. അപ്പൊ നീ എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് ബഗ്ഗി സോറോയോട് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ എന്റെ ക്യാപ്റ്റനെ കൊണ്ടുപോകാൻ വന്നതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യണല്ലോ എന്ന് ബഗ്ഗി പറയുമ്പോ എന്നായിക്കോട്ടെ, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് സോറോയും തിരിച്ചു പറയാണ്. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഓടിയെടുക്കുമ്പോ പെട്ടെന്ന് സോറോ ബഗ്ഗിയെ 4 കഷ്ണമാക്കി വെട്ടുകയാണ്. ബഗ്ഗി തീർന്നു പോയെന്ന് നാമി, സോറോ, ലൂഫി എല്ലാവരും കരുതി. പക്ഷേ ബഗ്ഗിയുടെ ആൾക്കാര് അപ്പോഴും അവിടെ നിന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് ബഗ്ഗി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ബഗ്ഗിയുടെ ഒരു കൈ വന്ന് സോറോയെ കുത്തും. ബഗ്ഗിയുടെ കുത്ത് കിട്ടിയ സോറോ നിലത്തേക്ക് വീണു പോകുമ്പോ ബഗ്ഗി പറയും ഞാൻ ഡെവിൾ ഫ്രൂട്ട് നിന്നിട്ടുണ്ട്. അത് കേട്ട് നാമി വരെ അതിശയിച്ചു പോകും. കാരണം ഡെവിൾ ഫ്രൂട്ട് ഉണ്ടെന്ന് അവൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇപ്പൊ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിക്കുന്ന ലൂഫി ബീരുകളെ പോലെ പുറകിൽ വന്ന് കുത്തുന്നോടാ, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വാടാ ഉരുണ്ട മൂക്ക എന്ന് പറഞ്ഞ് ബഗ്ഗിയെ ലൂഫി കളിയാക്കും. ദേഷ്യം വരുന്ന ബഗ്ഗി ലൂഫിക്ക് നേരെ ആ കത്തി എറിയാണ്. പക്ഷെ ലൂഫി ആ കത്തി അവന്റെ വായ കൊണ്ട് കടിച്ച് പൊട്ടിക്കും. എന്നിട്ട് ലൂഫി സോറോ നീ പെട്ടെന്ന് ഓടിപ്പോ എന്ന് പറഞ്ഞ് സോറോയെ നോക്കി പ്രത്യേക തരത്തിലൊന്ന് ചിരിക്കുകയാണ്. അത് കാണുമ്പോ സോറോയ്ക്ക് എന്തോ മനസ്സിലായിട്ട് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ബഗ്ഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അതിന്റെ അവസാനം സോറോ ഓടിച്ചെന്ന് ആ പീരങ്കി എടുത്ത് ബഗ്ഗിക്ക് നേരെ തിരിച്ചു വിടുകയാണ്. പെട്ടെന്ന് നാമി ആ പീരങ്കി കത്തിക്കുമ്പോ അത് ബഗ്ഗിക്ക് നേരെ പൊട്ടും.
ശേഷം സോറോ തനിക്ക് പറ്റിയ മുറിവ് പോലും കാര്യമാക്കാതെ ലൂഫിയുള്ള ആ കൂടെടുത്ത് പുറത്തേക്ക് നടന്നു പോകും. അത് കാണുന്ന നാമിയാണെങ്കിൽ ഇതെന്തൊരു മനുഷ്യനടാ, ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് സോറോ ലൂഫിയോട് ഇത് ആരാന്ന് ചോദിക്കും. അതിന് ലൂഫി ഇത് നമ്മുടെ പുതിയ നാവിഗേറ്റർ ആണ്. അത് കേട്ട് നാമി പറയും ഞാൻ അതിനെ നിന്റെ ക്രൂവിൽ ചേരാൻ ഇതുവരെ സമ്മതം പോലും തന്നിട്ടില്ല. ഇതേ സമയത്ത് സോറോ വീണ്ടും എന്റെ മുറി കാര്യമാക്കാതെ ലൂഫിയുള്ള കൂടെടുത്ത് നടന്നു പോകുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് ബഗ്ഗി ഇതുവരെ മരിച്ചിട്ടില്ല. അപ്പൊ ബഗ്ഗിയെ ഇത്രയും ചെയ്ത ലൂഫിയെയും സോറോയെയും കൊല്ലാൻ വേണ്ടി ബഗ്ഗി ഒരാളെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇയാളുടെ പേരാണ് മോജി. അയാൾ അങ്ങനെ സോറോയെ കൊല്ലാമെന്ന് ബഗ്ഗിയോടെ ഏൽക്കുന്നു. ഇതേ സമയത്ത് സോറോയാണെങ്കിൽ കുറെ ദൂരം നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു പെറ്റ് ഷോപ്പിന്റെ മുന്നിലെത്തുമ്പോൾ ലൂഫിയുള്ള കൂടെ അവിടെ ഇട്ടിട്ട് സോറോ നിലത്തേക്ക് വീണ് പോവാണ്. ഇപ്പൊ ലൂഫിയും സോറോയുള്ള ആ പെറ്റ് ഷോപ്പിന്റെ മുന്നിൽ ഒരു പട്ടി ഉണ്ടാവും. അതിനോട് ലൂഫി അവൻ കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവന്റെ മുഖം വെച്ച്. പക്ഷെ എന്ത് ചെയ്തിട്ടും ആ പട്ടിക്ക് യാതൊരു കുലുക്കമില്ല. അവസാനം ആ പട്ടി ലൂഫിയുടെ മുഖത്തിന് തന്നെ കയറിയ ഒരൊറ്റ കടി. ഇതൊക്കെ കഴിഞ്ഞ് നാമി ലൂഫിക്ക് ആ കൂടിന്റെ ചാവി കണ്ടുപിടിച്ച് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൂഫി അത് കണ്ട സന്തോഷത്തോടെ അത് എടുക്കാൻ പോകുമ്പോ പെട്ടെന്ന് അവന്റെ മുന്നിലുള്ള ആ പട്ടി അത് ഒറ്റയടിക്ക് വിഴുങ്ങുകയാണ്. അത് കണ്ട് സോറോയും ലൂഫിയും എല്ലാരും ഷോക്കായി നിൽക്കുമ്പോ പെട്ടെന്ന് ലൂഫി അതിനെ പിടിച്ച് കുലുക്കും. തുപ്പ് തുപ്പ് എന്ന് പറഞ്ഞ്. അപ്പൊ അവിടെ ഒരു വയസ്സായ ആള് വന്നിട്ട് നിങ്ങളൊക്കെ ആരാണ്, മര്യാദയ്ക്ക് ചൗച്ചോയെ വിടുന്നതാണ് നല്ലത്. ഇപ്പൊ ഈ വന്ന വയസ്സനാണ് ഈ നാടിന്റെ മേയർ. പെട്ടെന്ന് അയാൾ സോറോയുടെ വയറ്റിൽ പറ്റിയ ആ മുറിവ് കാണുന്നുണ്ട്. ശേഷം അയാൾ സോറോയെ ഒരു വീട്ടിൽ കിടത്തി മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇപ്പൊ ലൂഫി ആ മേയറോട് ചോദിക്കും എന്തിനാ ഈ പട്ടി എപ്പോഴും ഇതിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, അതിന് വേറെ പണിയൊന്നുമില്ലേ. അതിനാ മേയർ അങ്ങനെയല്ല, ചോച്ചോ കുറെ വർഷങ്ങളായിട്ട് ഈ പെറ്റ് ഷോപ്പിനെ സംരക്ഷിച്ചു വരികയാണ്. ചോച്ചോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം അവന്റെ മാസ്റ്ററിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവന്റെ മാസ്റ്റർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിയാം. പക്ഷേ എന്നാലും അവന്റെ ജോലി അവൻ ചെയ്തു വരുന്നു. ഇതേ സമയത്താണ് ബഗ്ഗി ഏർപ്പാടാക്കിയ മോജി അവന്റെ പെറ്റായിട്ടുള്ള ഒരു വലിയ സിംഹത്തെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. മോജി ലൂഫിയോട് ചോദിക്കും എവിടെയാണ് പൈററ്റ് ഹണ്ടർ സോറോ ഉള്ളത്. അതിന് ലൂഫി ഒന്നും പറഞ്ഞു കൊടുക്കില്ല. പെട്ടെന്ന് മോജി അവന്റെ വലിയ സിംഹത്തിനെയും കൊണ്ട് ലൂഫിയുള്ള കൂടെ അടിച്ച് പൊട്ടിക്കും. അടി കിട്ടിയ ലൂഫി ദൂരത്തേക്ക് തെറിച്ചു പോകുന്നു. ഇപ്പൊ മോജിയുടെ വഴി തടഞ്ഞ് ആ പട്ടി നിൽക്കുന്നുണ്ട്. ആ പട്ടി ആ പെറ്റ് ഷോപ്പ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മോജിക്ക് മനസ്സിലാവുന്നുണ്ട്. മോജി അതിനോട് പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. ഇതേ സമയത്ത് ലൂഫി ഇത്രയും ദൂരത്ത് നിന്ന് തെറിച്ചു വീണിട്ടും അവനൊന്നും പറ്റാത്ത പോലെ എഴുന്നേറ്റ് നിൽക്കും. അത് കാണുന്ന ടൗണിലെ മേയറും നാമി അടക്കം അതിശയത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ടൗണിലെ മേയർ ചോദിക്കും നീ എന്തൊരു മനുഷ്യനാണ്, ഇത്രയും ദൂരത്ത് നിന്ന് തെറിച്ചു വീണിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലേ. അപ്പൊ ലൂഫി എനിക്കിതൊന്നും പറയാനുള്ള സമയമല്ല, ആദ്യം എനിക്ക് പോയിട്ട് സോറോയെ രക്ഷിക്കണം. ഇതേ സമയത്ത് മോജി അവന്റെ സിംഹത്തെ കൊണ്ട് ചൗച്ചോയെ അടിച്ച് തെറിപ്പിക്കും. നിലത്ത് വീണടക്കുന്ന ചൗച്ചോയുടെ ഫ്ലാഷ് ബാക്ക് ഇപ്പോഴാണ് കാണിക്കുക. ചോച്ചോയും അവന്റെ മാസ്റ്ററും ഒരുപാട് സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചിരുന്നത്. അവന്റെ മാസ്റ്ററിനാണെങ്കിൽ ചോച്ചോയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ചോച്ചോയ്ക്ക് തിരിച്ചു. ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുന്ന ചോച്ചോ ഓടി വന്ന് ആ സിംഹത്തിന്റെ കാലിൽ കടിക്കുന്നു. പക്ഷേ ചോച്ചോയേക്കാൾ ഒരുപാട് വലുതായ സിംഹം അതിനെ അടിച്ചിട്ടതിന് ശേഷം അതിന്റെ പെറ്റ് ഷോപ്പ് കത്തിക്കുകയും എന്നിട്ട് ഒരു പെറ്റ് ഫുഡ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. ഇപ്പോ ഈ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടുവരുന്ന ലൂഫി ചോച്ചോയ്ക്ക് വേണ്ടി മോജിയുടെ ആ പെറ്റിനെ നിലത്തേക്ക് അടിച്ചിടുന്നു. ലൂഫിയുടെ ഗം പവർ കണ്ട് മോജി ലൂഫിയോട് ചോദിക്കും ഓ അപ്പൊ നീ ഒരു ഡബിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ടോ. പക്ഷെ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ മോജിയെ പിടിച്ച് ലൂഫി നിലത്തേക്ക് അടിക്കുന്നു. ഇപ്പൊ കത്തി എരിയുന്ന ആ വീട് കണ്ട് നാമി പറയും എല്ലാ പൈററ്റ്സും ഒരുപോലെയാണ്, ഇതുകൊണ്ടാണ് എല്ലാ പൈററ്റ്സിനും ഞാൻ വെറുക്കുന്നത്. പക്ഷെ നാമി പറയുന്നൊന്നും ലൂഫി കേൾക്കാതെ ആ പട്ടിയുടെ അടുത്ത് പോയിരിക്കുന്നു. എന്നിട്ട് ലൂഫി മോജിയുടെ കയ്യിലുണ്ടായിരുന്ന ആ പെറ്റ് ഫുഡ് എടുത്ത് ആ പട്ടിക്ക് കൊടുക്കും. അത് കണ്ടു നിൽക്കുന്ന നാമിക്കും എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം ലൂഫി ബാക്കിയുള്ള പൈററ്റ്സിനെ പോലെയല്ല. ഇപ്പോ പട്ടി ലൂഫി കൊടുത്ത ആ പെറ്റ് ഫുഡ് എടുത്ത് പുറകേക്ക് നടന്നു പോകും. എന്നിട്ട് ഒരു പ്രാവശ്യം തിരിഞ്ഞിട്ട് ലൂഫിയോട് നന്ദി പറയുന്ന രീതിയിൽ കുറച്ച് കാണിക്കും. ഇപ്പോ അടി കിട്ടിയ മോജി ബഗ്ഗിയുടെ അടുത്ത് നിന്നിട്ട് ക്യാപ്റ്റൻ എനിക്കത് കഴിഞ്ഞില്ല, ഞാൻ തോറ്റുപോയി. അത് കേട്ട് ബഗ്ഗി ചിരിച്ചുകൊണ്ട് ഓ നീ ആ പൈററ്റ് ഹണ്ടർ സോറോയുടെ അടുത്ത് തോറ്റുപോയോ. അതിന് മോജി ഇല്ല, ഞാൻ സോറോയുടെ കയ്യിൽ നിന്നല്ല തോറ്റുപോയത്, അവരുടെ കൂടെയുള്ള ആ ചെറിയ പയ്യനാണ് എന്നെ തോൽപ്പിച്ചത്. അത് കേട്ട് ബഗ്ഗി വരെ ഷോക്കായി നിൽക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ അവരുടെ കൂടെ പോയി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ നാമി ലൂഫിയോട് സോറി പറയും. ഞാൻ വിചാരിച്ചു നീ ബാക്കിയുള്ള പൈററ്റ്സിന്റെ പോലെയാണെന്ന്, പക്ഷെ നീ അങ്ങനെയല്ല. ഇപ്പൊ ആ മേയർ പറയും ഇതിനൊക്കെ കാരണം ആ ബഗ്ഗിയാണ്, ഇനി അവനെ വിട്ട അവൻ ഈ നാട് തന്നെ നശിപ്പിക്കും. ഞങ്ങൾ പണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലം ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയോ, ഇത് എത്ര പെട്ടെന്ന് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ സമയത്ത് ബഗ്ഗി അവന്റെ ഒരു ബഗ്ഗി ബോൾ ഫയർ ചെയ്യും. അത് നേരെ വന്ന് വീഴുന്നതാണെങ്കിൽ സോറോ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീട്ടില്. അത് കണ്ട് ലൂഫി സോറോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ ഇല്ല ലൂഫി എനിക്കൊന്നും പറ്റിയില്ല എന്ന് സോറോ രാവിലെ ഉറക്കത്തിൽ എണീക്കുന്നത് പോലെ അവൻ എണീക്കുകയാണ്. ഇതൊക്കെ കാണുന്ന ആ മേയർ ബഗ്ഗി ഇതാണ് നിന്റെ ലാസ്റ്റ് ലിമിറ്റ്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും കൊല്ലാൻ വരേടാന്ന് പറഞ്ഞ് അയാൾ കയ്യിലൊരു കുന്തൊക്കെ എടുത്ത് ബഗ്ഗിയെ കൊല്ലാൻ വേണ്ടി ഓടിപ്പോവും. അത് കാണുന്ന നാമിയാണെങ്കിൽ അയാളെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ കഴിയുന്നില്ല. അവളിപ്പോ ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അപ്പൊ ലൂഫി നാമിയോട് പറയും അയാൾക്ക് ഒന്നും ആവാതെ ഞാൻ നോക്കിക്കോളാം. അതിന് സോറോ എന്നാ ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. ഇതേ സമയത്ത് ബഗ്ഗിയുടെ അടുത്തേക്ക് എത്തുന്ന ആ മേയർ ബഗ്ഗി നീ ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇനി നീ എന്റെ നാട് നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ തീർച്ചയായിട്ടും കൊല്ലേണ്ടി വരും. പക്ഷെ ബഗ്ഗി അയാളുടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കാൻ തുടങ്ങും. ഇതേ സമയത്ത് ആ മേയറുടെ ഭാഗത്തിന് ലൂഫി അവിടേക്ക് വന്ന് ബഗ്ഗിയുടെ കൈ അയാളുടെ കഴുത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു. അങ്ങനെ
അങ്ങനെ ലൂഫി ബഗ്ഗിയുടെ കൈ വിടുമ്പോ അത് തിരിച്ച് ബഗ്ഗിയുടെ കയ്യിലേക്ക് തന്നെ ജോയിന്റ് ആവുകയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മേയർ അവരോട് പറയും, ഇതിൽ ആരും തലയിടാൻ നിൽക്കണ്ട, ഇത് എന്റെയും ബഗ്ഗിയുടെയും തമ്മിലുള്ള ഫൈറ്റ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോ. അപ്പൊ ലൂഫി പെട്ടെന്ന് മേയറുടെ മുഖത്തിന് തന്നെ ഒരു ഒറ്റ കുത്തു കൊടുക്കും. അങ്ങനെ മേയർ അവിടെ ബോധം കെട്ടി വീഴുന്നു. അപ്പൊ നാമി ലൂഫിയോട് ചോദിക്കും, എന്തിനാ നീ അയാളെ തല്ലിയത്? അപ്പൊ ലൂഫി, അയാൾക്ക് ബഗ്ഗിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി ചാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശേഷം ലൂഫി ബഗ്ഗിയെ നോക്കി എടാ ഉരുണ്ട മൂക്ക എന്ന് അല്ലറി വിളിച്ചുകൊണ്ട് പറയും. ലൂഫി പറഞ്ഞത് കേട്ട് ദേഷ്യം പിടിക്കുന്ന ബഗ്ഗി അവന്റെ ബഗ്ഗി ബോൾ ഫയർ ചെയ്യാൻ പറയുന്നു. പെട്ടെന്ന് തന്നെ നാമിയും സോറോയും ഓടിപ്പോകുന്നു. പക്ഷെ ലൂഫി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ബഗ്ഗിയുടെ സ്പെഷ്യൽ ബോൾ ഫയർ ചെയ്ത് കഴിഞ്ഞു. അത് നേരെ ലൂഫിയുടെ അടുത്തേക്ക് വരുമ്പോൾ ലൂഫി ഗം ഗം ബലൂൺ എന്ന് പറഞ്ഞ് ഒരു ബലൂൺ പോലെ വീർക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ലൂഫിയുടെ ദേഹത്ത് കെട്ടി ബഗ്ഗിയുടെ സ്പെഷ്യൽ ബോൾ അത് അവർക്ക് നേരെ തന്നെ പോയി. അങ്ങനെ അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് നടക്കുകയാണ്. അത് കണ്ട് നാമി ലൂഫിയോട് പറയും, എനിക്ക് നേരത്തെ അറിയായിരുന്നു നിനക്ക് എന്തോ സ്പെഷ്യൽ പവർ ഉണ്ടെന്ന്, മര്യാദയ്ക്ക് പറ, നീ എന്താ ഇപ്പൊ ഉപയോഗിച്ചത്? അപ്പൊ ലൂഫി, അതൊരു ചെറിയ സംഭവമാണ്, അതിന്റെ പേരാണ് ഗം ഗം ബലൂൺ. ഇതേ സമയത്ത് തന്നെ ബഗ്ഗി അവന്റെ കയ്യിൽ രണ്ട് ആൾക്കാരെ പിടിച്ച് ദേ എഴുന്നേക്കുന്നു. അവൻ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോജി എഴുന്നേറ്റിട്ട് ബഗ്ഗിയോട് പറയും, ക്യാപ്റ്റൻ, ഞാൻ ആ പറഞ്ഞ പയ്യൻ ഇവനാണ് എന്നെ അടിച്ചത്, അവൻ നിങ്ങളെ പോലെ ഒരു ഡെവിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്, അവനൊരു റബ്ബർ മനുഷ്യനാണ്. അത് കേൾക്കുന്ന നാമി, നീ ഒരു റബ്ബർ മനുഷ്യനാണോ ശരിക്കും എന്ന് ലൂഫിയോട് ചോദിക്കുമ്പോൾ ലൂഫി അവന്റെ മുഖം റബ്ബർ പോലെ വലിച്ചു കാണിച്ചു കൊടുക്കും. ഇതേ സമയത്ത് നിലത്ത് നിന്ന് ഒരാൾ കൂടെ എഴുന്നേറ്റ് വരും. അയാളുടെ കയ്യിൽ മോജിയുടെ ആ സിംഹം ഉണ്ട്. അവിടെ ആ ബ്ലാസ്റ്റ് നടന്നപ്പോ അയാളും ബഗ്ഗി ചെയ്ത പോലെ മോജിയുടെ സിംഹത്തെ ഒരു പ്രൊട്ടക്ഷൻ പോലെ വെച്ചതായിരുന്നു. അത് കാണുന്ന മോജി ദേഷ്യത്തോടെ അവനെ തല്ലാൻ ചെല്ലുമ്പോ അവൻ പെട്ടെന്ന് തന്നെ മാറിക്കളയും. എന്നിട്ട് മോജിയെ എടുത്ത് ലൂഫിയുടെ അടുത്തേക്ക് എറിയും. ലൂഫിയുടെ അടുത്തേക്ക് വരുന്ന മോജിയെ ആണെങ്കിലോ ലൂഫി എടുത്തിട്ട് ഒറ്റയടി. അങ്ങനെ മോജിയുടെ കാര്യം ഫിനിഷ്. ഇപ്പൊ വന്നവൻ ബഗ്ഗിയോട് പറയും, ക്യാപ്റ്റൻ ബഗ്ഗി, പേടിക്കാനൊന്നുമില്ല, ഇവരൊക്കെ ഞാൻ തീർത്തോളാം. അപ്പൊ ബഗ്ഗി, കബജി, നീ എന്നാ വേഗം പോയി തീർത്തിട്ട് വാ എന്ന് പറയും. കബജി പെട്ടെന്ന് ഒരു സർക്കസുകാരെ പോലെ അവന്റെ സൈക്കിളിൽ ലൂഫിയെ കുത്താൻ വേണ്ടി വരും. പക്ഷേ അതിന്റെ ഇടയ്ക്ക് സോറോ കയറി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ലൂഫി പറയും, സോറോ, നിനക്ക് ഓൾറെഡി ഒരുപാട് മുറിവായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ സോറോ അത് സമ്മതിക്കാതെ അവന്റെ കൂടെ ഫൈറ്റിന് പോവാണ്. ഇപ്പോ അവർക്കിടയിൽ ഫൈറ്റ് നടക്കുമ്പോ കബജി പെട്ടെന്ന് സോറോയ്ക്ക് മുറിവായ ഭാഗത്ത് ചവിട്ടും. അങ്ങനെ വേദന കൊണ്ട് സോറോ നിലത്തേക്ക് കിടക്കുമ്പോ വീണ്ടും അവന്റെ ആ മുറിവിനെ തന്നെ ചവിട്ടും. ഇതേ സമയത്ത് നാമി ലൂഫിയോട് പറയും, നീ എന്താ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നേ? അവൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്ന കണ്ടില്ലേ, ഒന്ന് ചെന്ന് സഹായിക്ക്. അപ്പൊ ലൂഫി, ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ അവൻ ഒറ്റയ്ക്ക് തീർത്തോളൂ. അങ്ങനെ സോറോ എത്ര അടി കിട്ടിയാലും ഞാൻ ഇനിയും ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ അപ്പൊ ലൂഫിയോട് നാമി പറയും, നിങ്ങൾ മുഴുവൻ ഭ്രാന്തമാരാണ്, അതുകൊണ്ട് നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം. അതിന് ലൂഫി ശരിയെന്നും പറയുന്നുണ്ട് അവളോട്. അപ്പൊ കബാജി അവന്റെ ഒരു സ്പെഷ്യൽ അറ്റാക്ക് എടുക്കുകയാണ്. കുറെ പമ്പരങ്ങള് സോറോയ്ക്ക് നേരെ അവൻ അയക്കും. ഇപ്പൊ അവിടുന്ന് വന്ന നാമി ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകുന്നു. ഇവിടെ സോറോയ്ക്ക് നേരെ കുറെ പമ്പരങ്ങൾ വന്നതെല്ലാം സോറോ അവന്റെ വാളുകൊണ്ട് വെട്ടിക്കളയുന്നു. അങ്ങനെ കബാജി അവന്റെ വാളുകൊണ്ട് ഒരുപാട് ഹൈറ്റിൽ ചാടി തിരിച്ച് സോറോയെ കുത്താൻ വേണ്ടി വരുമ്പോ സോറോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബാക്കിൽ നിന്ന് ബഗ്ഗിയുടെ കൈയും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ബഗ്ഗിയുടെ കൈ അങ്ങനെ സോറോയ്ക്കടുത്ത് എത്താനായതും ലൂഫി എടുത്ത് ഒരൊറ്റ ചവിട്ട് ബഗ്ഗിയുടെ കൈയിന്. അങ്ങനെ മുകളിൽ നിന്ന് വരുന്ന കബാജിയെ സോറോ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ എത്തിയ നാമി ബഗ്ഗിയുടെ ഒരുപാട് നിധി കാണും. അതെടുത്തൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ബഗ്ഗിയുടെ ഒരു കാവൽക്കാരൻ ഒരു കത്തിയായിട്ട് അവളുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ആ വന്ന അയാള്, ഡി പെണ്ണെ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് നാമിയോട് ചോദിക്കുമ്പോ അവന്റെ കയ്യിൽ പെട്ടെന്ന് അവൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടി എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവൾ നിലത്തിരിക്കുന്നു. നാമിയുടെ ആ ഒരു അഭിനയം കാണുന്ന അയാള് കുറച്ചു നേരം മയങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ വടിയെടുത്ത് അയാളുടെ തലക്കിട്ട് തന്നെ അവളൊരു അടി കൊടുക്കുന്നു. ഇവിടെയാണെങ്കിൽ സോറോയും കബാജിയും നേർക്ക് നേരെ നിൽക്കുകയാണ്. സോറോ അവന്റെ കൗണ്ടർ അറ്റാക്കായ 3 sword സ്റ്റൈൽ ഉനിഗിരി ഉപയോഗിച്ച് കബാജിയുടെ നെഞ്ചത്ത് തന്നെ ഒരു വരയിട്ട് വിടും. അങ്ങനെ കബാജിയെ തോൽപ്പിച്ച സന്തോഷം കൊണ്ടും അവന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ക്ഷീണം കൊണ്ടും സോറോ അവിടെ കിടക്കുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തോളാന്ന് ലൂഫി സോറോയോട് പറഞ്ഞു. ഇപ്പൊ നാമി ആണെങ്കിൽ അവൾക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ നിധിയും മാപ്പും എല്ലാം ഒരു ചാക്കിലാക്കി അവൾ പതുക്കെ കൊണ്ടുവരുന്നു. ഇപ്പൊ ബഗ്ഗി ലൂഫിയോട് ചോദിക്കും, നിങ്ങൾ സത്യത്തിൽ പൈററ്റ്സ് ആണോ? അതെ, ഞങ്ങൾ പൈററ്റ്സ് ആണ്, ഞങ്ങൾ ഗ്രാൻഡ് ലൈനിലേക്കാണ് പോകുന്നതെന്ന് ലൂഫി ബഗ്ഗിയോട് പറയുമ്പോൾ അത് കേട്ട് ബഗ്ഗി പൊട്ടിച്ചിരിക്കും. ഇല്ല, നിനക്ക് ഒരിക്കലും ഗ്രാൻഡ് ലൈനിലേക്ക് പോകാൻ കഴിയില്ല, ഇനി അഥവാ നീ പോയാൽ തന്നെ നിനക്ക് ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ലൂഫി, ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകണമെന്ന് പറയുമ്പോൾ അപ്പൊ ബഗ്ഗി, ഓ നീ കിങ് ഓഫ് ദ പൈററ്റ് ആണ് ആവാൻ പോകുന്നത്, എന്നാൽ ഞാൻ കിങ് ഓഫ് ദ വേൾഡ് ആണടാ. അതുപോലെ എനിക്ക് നിന്റെ ഈ തൊപ്പി കാണുമ്പോൾ എനിക്ക് ആ ചുമന്ന തലമുടി വെച്ചവനാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ലൂഫി, ഓ നിങ്ങൾക്ക് അപ്പൊ ഷാങ്ക്സിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ബഗ്ഗി പറയും, അറിയാം, എനിക്ക് അവനെ നല്ലതുപോലെ അറിയാം, എന്നാ നിങ്ങൾക്ക് അദ്ദേഹം എവിടെയുണ്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ ബഗ്ഗി പറയും, എനിക്കത് അറിഞ്ഞാലും ഞാൻ ഒരിക്കലും നിനക്കത് പറഞ്ഞു തരാൻ പോകുന്നില്ല, എന്നാ നിന്റെ വായിൽ നിന്ന് തന്നെ നിന്നെ അടിച്ച് ഞാനത് പറയിപ്പിക്കും എന്ന് ലൂഫി പറയുമ്പോൾ പിന്നെ അവർക്കിടയിൽ ഒരു വലിയ ഫൈറ്റ് ആണ് നടക്കുന്നത്. അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ ബഗ്ഗി ലൂഫിയുടെ തൊപ്പിയിൽ ഒരു ചെറിയ കീറൽ വരുത്തും. അത് കണ്ട് ലൂഫി ബഗ്ഗിയോട് ഒരുപാട് ദേഷ്യപ്പെടും. ഈ തൊപ്പി എനിക്ക് എന്റെ ട്രഷർ പോലെയാണ്, അതുകൊണ്ട് ഈ തൊപ്പിയിൽ തൊട്ടാ നിന്നെ ഞാൻ കൊന്നുകളയും. ബഗ്ഗി അപ്പൊ പെട്ടെന്ന് അവന്റെ കൈ കൊണ്ട് പതുക്കെ ലൂഫിയുടെ തൊപ്പി എടുത്തിട്ട് വരും. അത് കാണുമ്പോൾ ലൂഫി പെട്ടെന്ന് അവന്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ചെടുക്കും. ഷാങ്ക്സ് അവനെ രക്ഷപ്പെടുത്തിയതും അതുപോലെ ഷാങ്ക്സ് അവന് തൊപ്പി കൊടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ബഗ്ഗി അവന്റെ 3 കത്തി കൊണ്ട് ആ തൊപ്പി കീറുന്നു. എന്നിട്ട് പറയും, എടാ മണ്ട, ഇതാണ് നിന്റെ ട്രഷർ എന്ന് പറഞ്ഞ സ്വർണം അതുപോലെ മറ്റു ചില കാര്യങ്ങളാണ്. അത് കാണുന്ന ലൂഫി ആണെങ്കിൽ മര്യാദയ്ക്ക് ആ
തൊപ്പി എനിക്ക് തിരിച്ചു തന്നോ? ഞാൻ ഷാങ്സിന് വാക്ക് കൊടുത്തതാണ് ആ തൊപ്പി അവന് തിരിച്ചു കൊടുക്കാമെന്ന്. അത് കേൾക്കുന്ന ബഗ്ഗി പറയും, ഓ ഇത് അവന്റെ തൊപ്പിയാണല്ലേ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ തൊപ്പിയിൽ ഞാൻ തൊടില്ലായിരുന്നു. അതിന് ലൂഫി ബഗ്ഗിയോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ നേരത്തെ ഇതിനു മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, ഞാൻ ആ വൃത്തിവെട്ടവന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു പൈററ്റ് ക്രൂവിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഷാങ്സിനെ പറ്റി തെറ്റായി പറയുമ്പോൾ ലൂഫി ഓടി വന്ന് ബഗ്ഗിയുടെ വയറിന് തന്നെ ഒരു കുത്തു കൊടുക്കും. എന്നിട്ട് ബഗ്ഗിയോട് പറയും, മര്യാദയ്ക്ക് എവിടെയാണ് ഷാങ്സ് ഉള്ളതെന്ന് പറഞ്ഞു തന്നോ? അതിന് ബഗ്ഗി, അവനൊരു വൃത്തികെട്ടവനാണ്, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അവനെ ഞാൻ കൊല്ലാതെ വിടില്ല, കാരണം അത്രയ്ക്കും വലിയ ദ്രോഹമാണ് അവൻ എന്നോട് ചെയ്തിട്ടുള്ളത്. എന്ന് ബഗ്ഗി പറയുമ്പോൾ അവിടെ സീൻ കട്ട് ചെയ്ത് അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ബഗ്ഗിയും ഷാങ്സും ഏത് ദിശയിൽ പോകണമെന്ന് പറഞ്ഞ് തല്ലൂടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കപ്പലിലുള്ള ഒരാൾ വന്ന് രണ്ടുപേരുടെയും തലയ്ക്ക് കുത്തിയിട്ട് ഏത് ദിശയിൽ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, മര്യാദയ്ക്ക് ഇവിടെ മിണ്ടാതിരുന്നോണം. ഇതേ സമയത്താണ് എനിമി ഷിപ്പ് അവിടേക്ക് വരിക. അത് കേൾക്കുമ്പോൾ ബഗ്ഗി ഷാങ്സിനോട് പറയും, എനിമി ഷിപ്പിൽ ഒരുപാട് ട്രഷർ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ പോവാണ്. പിന്നെ നീ എനിമി ഷിപ്പിലേക്ക് വരാൻ നിൽക്കണ്ട, അതിനുള്ള ധൈര്യമൊന്നും നിനക്കിപ്പോ ഇല്ല. ഇപ്പോ രണ്ട് പൈററ്റ്സ് ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. അപ്പൊ ബഗ്ഗി ഒരുത്തിനെ അടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് അവന്റെ മാപ്പ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു എക്സ് മാർക്ക് കാണും. അത് കാണുമ്പോൾ ട്രഷർ ആണെന്ന് കരുതി ബഗ്ഗിക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ എനിമീസിനെ തോൽപ്പിച്ചതിന്റെ സന്തോഷത്തില് കപ്പലിലുള്ള എല്ലാവരും പാർട്ടി നടത്തുന്ന സമയത്ത് ബഗ്ഗി മാത്രം മാറി നിന്ന് എന്തൊക്കെയോ ആ മാപ്പിൽ നോക്കി പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അവന്റെ പുറകിലൂടെ ഷാങ്സ് കയറി വരിക. ഷാങ്സിനെ കണ്ടതും ബഗ്ഗി ആ മാപ്പ് മറച്ചു വെക്കും. എന്നിട്ട് ബഗ്ഗി ഷാങ്സിനോട് ചോദിക്കും, നീ ഈ കപ്പലിൽ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതിന് ഷാങ്സ്, ഞാൻ ആദ്യം ഒരു കപ്പൽ വാങ്ങും, അതിനുശേഷം എനിക്കായിട്ടൊരു ക്രൂ ഉണ്ടാക്കും. അത് കേട്ട് ബഗ്ഗി ചിരിച്ചിട്ട്, നിനക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല, അതുകൊണ്ട് നീ വേണമെങ്കിൽ എന്റെ അടിയാളായി ചേർന്നു. അപ്പൊ ഷാങ്സ്, ഒരിക്കലുമില്ല, നിന്റെ വഴി വേറെ, എന്റെ വഴി വേറെ. അപ്പൊ ബഗ്ഗി, അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈററ്റ്സ് ആയി മാറുമ്പോ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയാ മരിക്കുന്നത് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? അതെ, അതെനിക്കറിയാം, അങ്ങനെയാണല്ലോ സാധാരണ പൈററ്റ്സ് ചെയ്യാറ് എന്ന് ഷാങ്സ് തിരിച്ചു പറയുമ്പോൾ ബഗ്ഗി ചോദിക്കും, നീ എന്നോട് ഒരു ട്രഷർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലേ, അതെന്തായിരുന്നു? അപ്പൊ ഷാങ്സ്, ഞാനൊരു ട്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊരു ഡെവിൾ ഫ്രൂട്ട് ആണ്. ആ ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ശക്തി കിട്ടും. പക്ഷേ അതിനാകെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, നമുക്ക് പിന്നെ ഒരിക്കലും നീന്താൻ കഴിയില്ല. എന്ത്? പിന്നെ നമുക്ക് നീന്താൻ കഴിയില്ല എന്നോ? അങ്ങനത്തെ ഫ്രൂട്ടൊക്കെ തിന്നുന്നവന്മാര് ശരിക്കും മണ്ടന്മാരാണ് എന്ന് ബഗ്ഗി ഷാങ്സിനോട് പറയുമ്പോൾ ഷാങ്സ് പറയും, അതെ, അതുകൊണ്ട് ഞാനത് വിൽക്കാൻ പോവാണ്. അത് പുറത്തു കൊണ്ടേ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരുടെയും കൂട്ടത്തിൽ വെച്ച് ബഗ്ഗി പറയും, ഞാൻ ഈ ഡെവിൾ ഫ്രൂട്ട് തിന്നാൻ പോവാണ്. അപ്പൊ കൂടി നിൽക്കുന്ന ആൾക്കാർ, ബഗ്ഗി നീ മണ്ടത്തരൊന്നും ചെയ്യല്ലേ എന്നിങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ബഗ്ഗി പെട്ടെന്ന് വായിലിട്ട് ചവച്ച് തിന്നെയാണ്. അത് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, ബഗ്ഗി നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബഗ്ഗി, ഏയ് എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഇതൊരു ഫേക്കായ ഫ്രൂട്ട് ആണെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാരും അവിടെ നിന്ന് പോകുന്നു. എല്ലാരും പോയെന്ന് മനസ്സിലാക്കിയ ബഗ്ഗി മാറി നിന്ന് ആ ഫ്രൂട്ട് എടുക്കുകയാണ്. എന്നിട്ട് ബഗ്ഗി, എല്ലാ മണ്ടന്മാരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു, ഇപ്പൊ ഞാൻ ഈ ഫ്രൂട്ട് കൊണ്ടേ വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ എന്റെ ഒരു പുതിയ ക്രൂ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിൽ ഷാങ്സ് വന്നിട്ട്, എന്താ ബഗ്ഗി ആലോചിച്ച് നിൽക്കുന്നത്? ഷാങ്സിനെ കണ്ട ബഗ്ഗി വേഗം ആ ഫ്രൂട്ട് എടുത്ത് അവന്റെ വായിലേക്ക് ഇടും. അങ്ങനെ ഷാങ്സ് അവിടെ നിന്ന് പോകുമ്പോ ബഗ്ഗി രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഷാങ്സ് വന്നിട്ട്, ബഗ്ഗി നിന്നോട് ക്യാപ്റ്റൻ ഒരു കാര്യം പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞു എന്ന് ഷാങ്സ് പറഞ്ഞു തീർന്നതും ബഗ്ഗി അറിയാതെ ആ ഫ്രൂട്ട് ഇറക്കി പോവാണ്. അങ്ങനെ ബഗ്ഗി ഷാങ്സിനോട്, നീ എന്റെ ഭാവി തുടച്ചല്ലോടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ബഗ്ഗി, ആ സാധനം എന്താ, അത് നിന്റെയാണെന്ന് ചോദിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ ബഗ്ഗിയുടെ ആ മാപ്പാണ്. അത് കണ്ട് ബഗ്ഗി പെട്ടെന്ന് പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടും. പക്ഷെ ബഗ്ഗിക്ക് ഒന്ന് കൈകാലിട്ട് അനക്കാൻ പോലും വെള്ളത്തിൽ കഴിഞ്ഞില്ല. അത് കണ്ട് ഷാങ്സ്, ബഗ്ഗി ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഷാങ്സ് ആണ് പിന്നെ ബഗ്ഗിയെ രക്ഷപ്പെടുത്തിയത്. ഇതൊക്കെ കേട്ട് ലൂഫി ബഗ്ഗിയോട് ചോദിക്കും, അപ്പൊ ഷാങ്സ് ആണല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയത്? എടാ മണ്ട, രക്ഷപ്പെടുത്തിയത് കൊണ്ട് എന്തായി? അവനാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് ബഗ്ഗി അവന്റെ ബോഡി രണ്ടാക്കി മുകളിലേക്ക് പറക്കും. എന്നിട്ട് അവൻ നാമി ട്രഷർ കൊണ്ടുപോകുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് കുത്താനായിട്ട് എത്തിയതും പെട്ടെന്ന് ബഗ്ഗി സ്റ്റോപ്പ് ആവും. അതിന് കാരണം ബഗ്ഗിയുടെ സിംഹാസനത്തിനിട്ട് ലൂഫി ഒരു ചവിട്ട് കൊടുത്തു. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും പൈററ്റ്സിനെ തുരത്താൻ വേണ്ടി അവർക്ക് കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് നഗരത്തിലേക്ക് വരാൻ നിൽക്കുകയാണ്. ഇവിടെ ലൂഫി നാമിയോട് പറയും, നീ ആ ട്രഷർ എടുത്തത് കൊണ്ടാണ് അവൻ നിന്നെ പിന്തുടർന്നു വന്നത്, അതുകൊണ്ട് നീ ആ ട്രഷറോടിട്ട് ഓടിപ്പോയിക്കോ. പക്ഷെ നാമി അതിന് സമ്മതിക്കുന്നില്ല. അവള് പറയും, ഇത് എന്റെ ട്രഷറാണ്. പക്ഷെ അത് കേട്ട് ടെൻഷൻ ആവുന്ന ബഗ്ഗി, എന്ത്, അത് നിന്റെയാണെന്നോ? മര്യാദയ്ക്ക് അത് ഇവിടെ വെച്ച് പോയിക്കോ, അത് എന്റെയാണ്. ഒരിക്കലും ഞാനിത് നിനക്ക് തരാൻ പോകുന്നില്ല, കാരണം ഞാൻ പൈററ്റ്സിനെ മോഷ്ടിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇപ്പൊ ഇത് എന്റെയാണ്. അത് കേട്ട് ഒന്നുകൂടി ദേഷ്യം വരുന്ന ബഗ്ഗി അവന്റെ ബോഡി മുഴുവനായിട്ടും പല പല കഷ്ണങ്ങളാക്കി മാറ്റും. എന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ നേരെ നാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബഗ്ഗിയുടെ കാല് മാത്രം നിലത്ത് നിൽക്കുന്നത് ലൂഫി കാണും. പെട്ടെന്ന് ലൂഫി ബഗ്ഗിയുടെ ഷൂ മാറ്റിയിട്ട് അവന്റെ കാലില് നുള്ളി നുള്ളി നല്ല രീതിക്ക് വേദനയാക്കും. അപ്പോ വേദന കൊണ്ട് ബഗ്ഗി അലറി വിളിച്ചു നിൽക്കുമ്പോൾ നാമി ബഗ്ഗി പിടിച്ചിരിക്കുന്ന ആ ട്രഷർ
വലിച്ച് അവനെ തറയിലടിക്കും. പക്ഷെ എന്നിട്ടും ബഗ്ഗി ആ ട്രഷറിന്റെ പിടി വിട്ടിട്ടില്ല. അങ്ങനെ ബഗ്ഗിയും നാമിയും നീ വിട് എന്ന് പറഞ്ഞ് അവിടെ ഒരു വലിയ പിടിവലി നടക്കുമ്പോ പെട്ടെന്ന് ബഗ്ഗി അവന്റെ കത്തി കൊണ്ട് നാമിയെ കുത്താനായിട്ട് വരുന്നതും ലൂഫി ചാടി വന്ന് ബഗ്ഗിയെ ചവിട്ടി കൂട്ടി നിലത്തേക്ക് ഇടുന്നു. അതിന്റെ കൂടെ തന്നെ ആ ട്രഷർ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ചു വീഴുന്നു. ലൂഫി ഇപ്പോ ബഗ്ഗിയുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുമ്പോ ബഗ്ഗി പെട്ടെന്ന് ഞാൻ ഇനിയും മരിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവനെ കണ്ട നാമിയാണെങ്കിൽ എവിടേക്ക് ഓടിപ്പോകുന്നു. അപ്പൊ ബഗ്ഗി അവന്റെ വിട്ടുപോയ ഭാഗങ്ങളെല്ലാം തിരിച്ചു വരാൻ വേണ്ടി ചോപ്പ് അസംബിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ വിട്ടുപോയ ഭാഗങ്ങളൊന്നും തിരിച്ചു വരുന്നില്ല. അതിന് കാരണം നാമി ബഗ്ഗിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കയർ കൊണ്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ലൂഫി നോക്കിയിട്ട് ഇതാണ് പറ്റിയ സമയമെന്ന് പറഞ്ഞ് ഗം ബസുക ഉപയോഗിച്ച് ബഗ്ഗിയെ അടിച്ചു തെറിപ്പിക്കുന്നു. ശേഷം നിലത്ത് കീറിക്കിടക്കുന്ന അവന്റെ തൊപ്പി എടുത്ത് നോക്കുമ്പോൾ നാമി അവനോട് പറയും നിനക്ക് വേണ്ടി ഞാനത് ശരിയാക്കി തരാം. എന്നിട്ട് നാമി അവളുടെ കയ്യിലുള്ള ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പ് ലൂഫിക്ക് കൊടുക്കുന്നു. അത് ലൂഫി കിട്ടുമ്പോൾ സന്തോഷിച്ചിട്ട് അവളോട് ചോദിക്കും നീ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. ആദ്യം നാമി അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവളുടെ ആഗ്രഹത്തിന് വേണ്ടി അവൾ അവരുടെ കൂടെ ചെല്ലാന്ന് പറയുന്നു. ശേഷം ലൂഫി സോറോയുടെ അടുത്ത് ചെല്ലുമ്പോ സോറോ ഇപ്പോഴും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫി എന്നിട്ട് സോറോയെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോ സോറോ ലൂഫിയോട് ചോദിക്കും എല്ലാം തീർന്നോ എന്ന്. അപ്പൊ ലൂഫി പറയും അതെ എല്ലാം കഴിഞ്ഞു. ഇതേ സമയത്താണ് പൈററ്റ്സിനെ ഓടിക്കാൻ വന്ന ആ നാട്ടിലെ ജനങ്ങളൊക്കെ അവിടേക്ക് വരുന്നത്. അവരിപ്പോ ലൂഫിയോട് ചോദിക്കും നിങ്ങൾ ആരാണ്, അതുപോലെ ഇവിടുത്തെ പൈററ്റ്സ് ഒക്കെ എവിടെ, ആരാണ് ഞങ്ങളുടെ മേയറെ അടിച്ചത്. അപ്പൊ പെട്ടെന്ന് ലൂഫി പറയും ഇയാളെ അടിച്ചിട്ടത് ഞാനാണ്. അത് കേൾക്കുന്ന ജനങ്ങൾ മുഴുവൻ നിങ്ങൾ പൈററ്റ്സ് ആണോ എന്ന് ലൂഫിയോട് ചോദിക്കുമ്പോ അത് കേൾക്കുന്ന നാമി അവളുടെ മനസ്സിൽ പറയും ലൂഫി ഒന്നും മിണ്ടാതിരിക്കുക, ഇതുപോലത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയല്ലേ. പക്ഷെ ലൂഫി അങ്ങനത്തെ ആളെയല്ല, ഉള്ളതുപോലെ പറയും അതെ ഞങ്ങൾ പൈററ്റ്സ് ആണെന്ന് പറയും. അത് കേൾക്കുന്ന സോറോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ലൂഫി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിനക്ക് എന്തൊരു ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ മേയറെ തല്ലിയത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ലൂഫിയെ തല്ലാൻ വേണ്ടി വരുമ്പോ പെട്ടെന്ന് ലൂഫി സോറോയെ കൊണ്ടോടും. അതുപോലെ അവരുടെ പിന്നാലെ നാമി ഉണ്ടാവും. അവരങ്ങനെ ഓടി പോകുമ്പോ അവരുടെ മുന്നിൽ ചോച്ചോ നമ്മൾ നേരത്തെ കണ്ട ആ പട്ടി ഉണ്ടാവും. അത് ലൂഫിയെ മാത്രം കടത്തി വിട്ടിട്ട് ആ ജനങ്ങളെ അവരുടെ പുറകെ പോവാൻ സമ്മതിക്കാതെ അവിടെ കിടന്ന് കുരയ്ക്കുന്നു. അങ്ങനെ ലൂഫി ആ പട്ടിക്ക് നന്ദി പറഞ്ഞ് നാമിയുടെ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പൊ ലൂഫി നാമിയോട് ചോദിക്കും ഇത് നിന്റെ കപ്പലാണോ. അതിന് നാമി പറയും അതെ ഞാൻ 3 മണ്ടന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത കപ്പലാണിത്. എന്നിട്ട് അവര് ആ കപ്പലിൽ കയറുന്ന സമയത്ത് ആ 3 മണ്ടന്മാരും അതിൽ തന്നെ ഉണ്ടാവും. അവര് നാമിയോട് ചോദിക്കും ഓ ഇവനാണോ നിന്റെ ബോസ്, അതിരിക്കട്ടെ ഈ തൂങ്ങിക്കിടക്കുന്ന ആരാ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സോറോയുടെ തലയിൽ 2 തട്ട് തട്ടുമ്പോ സോറോ പതുക്കെ ഒന്ന് തല പൊന്തിച്ച് നോക്കും. സോറോയെ കാണുന്ന അവര് 3 പേരും ആ സ്ഥലത്ത് നിന്ന് തന്നെ പേടിച്ചോടി പോകുന്നു. ഇപ്പൊ ഇവിടെ മേയർ കണ്ണു തുറന്നിട്ടുണ്ട്. അയാള് ഇവിടെ ഉണ്ടായിരുന്ന 3 കുട്ടികളോടെന്ന് അവിടെ നിൽക്കുന്ന ജനങ്ങളോട് ചോദിക്കുമ്പോ അവര് പറയും ഞങ്ങൾ ആ 3 പേരെ അങ്ങോട്ടേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അത് കേൾക്കുന്ന മേയർ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ലൂഫിയുടെ കപ്പൽ നിർത്തിയിട്ട് സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ മേയർ ലൂഫിയുടെ അടുത്തേക്ക് എത്തുമ്പോ അവരവരുടെ കപ്പല് എടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ ഇപ്പോ അയാൾ വന്ന് ലൂഫിയോട് ഉറക്കെ വിളിച്ചു പറയും എനിക്കും എന്റെ ഗ്രാമത്തിന് നിങ്ങൾ ചെയ്തു തന്ന ഈ സഹായത്തിന് ഒരുപാട് നന്ദി, അതുപോലെ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് കേട്ട് ലൂഫി അയാളെ നോക്കി ചിരിക്കുകയാണ്. ഇപ്പൊ അയാളുടെ ബാക്കിൽ ഒരു ട്രഷറിന്റെ പൈ ഉണ്ടാവും. അത് അവിടെ വെച്ചത് മറ്റാരുമല്ല ലൂഫിയാണ്. അത് കണ്ട് നാമി ദേഷ്യം പിടിച്ച് ലൂഫിയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഇപ്പോ ഇവർ രണ്ടുപേരും വഴക്ക് കൂടുന്നത് കണ്ട് സോറോ പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് സോറോ അവനെ മനസ്സിൽ വിചാരിക്കും ഇത് നല്ലതോ ചീത്തയോ, പക്ഷേ ഞങ്ങളുടെ ക്രൂവില് ഒരു നാവിഗേറ്റർ കൂടെ കിട്ടി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ കപ്പൽ ഇങ്ങനെ നീങ്ങി പോകുമ്പോ മറ്റൊരു സ്ഥലത്ത് ഏതോ ഒരു മൂക്ക് നീണ്ട പയ്യനെ കാണിച്ചുകൊണ്ടാണ് ഈ ആർക്ക് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ് എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സിറപ്പ് വില്ലേജ് ആർക്കിലെ 9 മുതൽ 17 വരെയുള്ള എപ്പിസോഡുകളാണ്. അതൊരു 2 പാർട്ടാക്കി ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.